ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കസ്റ്റം വീഡിയോ പ്ലെയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വീഡിയോയെ നമ്മൾ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നീട് പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താലും പ്ലേ ആവും, ഇവിടെ ക്ലിക്ക് ചെയ്താലും പോസ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതില്ലേ, പ്രോഗ്രസ് ബാർ ഇല്ലേ, ഈ പോകുന്നൊരു സാധനം കണ്ടില്ലേ. അപ്പം നമുക്കറിയാം വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്കിവിടെ ഒരു പ്രോഗ്രസ് ബാർ ഇങ്ങനെ റണ്ണായിരിക്കും. അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ടാസ്ക് കൂടിയുണ്ട്. അപ്പം വീഡിയോ മിസ്സാവാതെ ഫുൾ വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഉറപ്പ് തരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഒരു പ്രോഗ്രസ് റേഞ്ച് ഉണ്ട്. ആ പ്രോഗ്രസ് റേഞ്ചിനകത്ത് നമുക്ക് എന്തുണ്ട്, ഒരു പ്രോഗ്രസ് ബാർ ഉണ്ട്. ആ പ്രോഗ്രസ് ബാർ ഞാനൊന്ന് സൂം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രസ് ബാറിനകത്ത് നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റൈലിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, വിഡ്ത്ത് നമ്മൾ 0 ആണ് കൊടുത്തു വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നോക്കിക്കോണേ, ഞാൻ ഈ വിഡ്ത്ത് ഞാനിങ്ങനെ ഓരോന്നായിട്ട് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൂട്ടുകയാണെങ്കിൽ 10, 20, 30, 40, 50 കണ്ടില്ലേ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താവും, നമ്മുടെ പ്രോഗ്രസ് ബാർ ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പ്രോഗ്രസ് ബാറിൻ്റെ വിഡ്ത്തിനെ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് 10, 20, 30 അല്ലെങ്കിൽ 1, 2 എന്ന് നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. കാരണം ഓരോ വീഡിയോയുടെയും ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു കാൽക്കുലേഷനൊക്കെ അവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ വന്നു. ഞാൻ തൽക്കാലം ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ ഇല്ലേ, ഈ വീഡിയോയ്ക്ക് നമ്മൾ വേറൊരു ആഡ് ഈവൻറ്റ് ലിസണർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ക്ലിക്ക് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ആദ്യം നമ്മൾ എപ്പോഴും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലിക്കാണ്. പക്ഷേ ഇന്ന് നമ്മൾ വേറൊരു കാര്യം പഠിക്കാൻ പോവാണ്. അതിൻ്റെ പേരാണ് ടൈം അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ടൈം അപ്ഡേറ്റ് എന്നുള്ളത്? നമുക്ക് ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ടൈം അപ്ഡേറ്റിനകത്ത് നമുക്കൊരു അപ്ഡേറ്റ് പ്രോഗ്രസ് ബാർ എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ കൂടി വിളിച്ചു കൊടുക്കാം, അപ്ഡേറ്റ് പ്രോഗ്രസ് ബാർ. ഇത്രയൊക്കെയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് പ്രോഗ്രസ് ബാറിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കൊരു എസ് കൂടെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്ഡേറ്റ് പ്രോഗ്രസ് ബാർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്ഡേറ്റ് പ്രോഗ്രസ് ബാർ. 2 S ഉണ്ടോ പ്രോഗ്രസ്സിന്? ഈശ്വര, പ്രോഗ്രസ്. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ഓക്കെയാണ്. ഓക്കെ, അപ്ഡേറ്റ് പ്രോഗ്രസ് ബാറിനകത്ത് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഈ ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്. ഈ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്. അതുപോലെ തന്നെ ഈ ടൈം അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ്റാണ്. മനസ്സിലായി? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കാനായിട്ട് കുറേ വാല്യൂസ് നമുക്ക് തരാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വന്നിട്ട് നിങ്ങളൊരു ഈവൻ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ console.log ചെയ്ത് നോക്കുക, എന്താണ് ആ ഈവൻറ്റിൽ വരുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല, അത് നിങ്ങൾ നോക്കുക. ഞാനിവിടെ രണ്ടാമത്തെ ഒരു ഈവൻ്റാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പം എന്ന് കൊടുക്കാം, ഈവൻ്റ് എന്ന് കൊടുക്കാം, EVE എന്ന് കൊടുക്കാം. പക്ഷേ നമ്മൾ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈവൻ്റ് എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് എന്താണ് കുട്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഓക്കെ, console.logനകത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, console.logനകത്ത് നമ്മൾ ഈവൻ്റ് കൊടുത്തു. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയണമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോയ്ക്കകത്ത് നമ്മൾ ടൈം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഈവൻ്റ് അപ്ഡേറ്റ് ചെയ്തു. ടൈം അപ്ഡേറ്റ് റണ്ണായി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് പ്രോഗ്രസ് ബാർ എന്നുള്ള ഫംഗ്ഷൻ റണ്ണാവണം. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ മാജിക്കിലേക്ക് കിടക്കാം. ഞാനിവിടെ വന്നു, ഞാൻ ഇതിനെ ഒന്ന് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് കൺസോൾ എടുത്ത് വെച്ചു. നോക്കിക്കോണേ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടില്ല, പട്ട എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കുറേ വാല്യൂസ് ഉണ്ട്. ഇത് കണ്ടോ, ബബിൾ ഉണ്ട്, ക്യാൻസൽ ബബിൾ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോഴ്സ് എലമെൻ്റ് ഉണ്ട്, നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് കണ്ടോ, ടാർഗറ്റിനകത്ത് വീഡിയോ എലമെൻറ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കി വരികയാണെങ്കിൽ, നമുക്ക് താഴെ വരികയാണെങ്കിൽ എവിടെയോ ഉണ്ട്. ഇതുണ്ടല്ലേ, കറണ്ട് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കണ്ടോ, കറണ്ട് ടൈം. ഓക്കെ, കറണ്ട് ടൈമും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതാണ് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്ന
സാധനമാണ്. അതായത് ഈ ടോട്ടൽ വീഡിയോയുടെ ഡ്യൂറേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റിനകത്തല്ലേ കിടന്നത്, ടാർഗറ്റ് ഡോട്ട് കറണ്ട് ടൈം, ടി വലുതായിരുന്നല്ലോ അല്ലേ, ഓക്കെ, കറണ്ട് ടൈം കോമ ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഡ്യൂറേഷൻ കൂടി നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ആ ഒരു നമുക്ക് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കറണ്ട് ടൈമും ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 51 സെക്കൻഡും ആണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു സാധനം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ 13, 14, 15 ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തുകൂടാ, നമ്മുടെ പ്രോഗ്രസ് ബാറിൽ ആഡ് ചെയ്ത് കൊടുത്തുകൂടെ അല്ലേ? അതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിളാണ്. നമ്മുടെ പ്രോഗ്രസ് ബാറിനെ നമ്മൾ എടുക്കണം. യെസ്, പ്രോഗ്രസ് ബാറിലാണ് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ വന്നിട്ട് പറഞ്ഞു ലെറ്റ് പ്രോഗ്രസ് ബാർ ഈസ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ട്. നമുക്കവിടെ നോക്കാം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ക്ലാസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പ്രോഗ്രസ് ബാർ, ഓക്കെ, പ്രോഗ്രസ് ബാർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ക്വയറി സെലക്ടറിനകത്ത് നമ്മൾ CSS സെലക്ടർ പാസ് ചെയ്ത് കൊടുത്തു പ്രോഗ്രസ് ബാർ. നമ്മുടെ പ്രോഗ്രസ് ബാർ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആ പ്രോഗ്രസ് ബാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ പ്രോഗ്രസ് ബാർ ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് ബാറിൽ നമുക്ക് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കാം, ക്ലാസ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഒരു കാര്യമാണ് നമുക്ക് ഇൻലൈൻ സ്റ്റൈലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം പല രീതിയിലും നമുക്ക് ഇൻലൈൻ സ്റ്റൈൽ എഴുതി കൊടുക്കാം. എനിക്കിഷ്ടപ്പെട്ട രീതിയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് സ്റ്റൈൽ ഡോട്ട് നമുക്ക് CSS ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ CSSൽ എങ്ങനെയാണോ നമ്മൾ സാധാരണ എഴുതുന്നത് അതുപോലെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും എഴുതാനായിട്ട് പറ്റും. സ്റ്റൈൽ ഡോട്ട് CSS ടെക്സ്റ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ പറഞ്ഞു കൊടുത്താലോ, ഒരു 100 പിക്സലിനും പറഞ്ഞു കൊടുത്താലോ. 100 പിക്സലിനും 100 പിക്സൽ ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, സോറി കേട്ടോ. വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 100 പിക്സൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഡ്സിനകത്ത് നമ്മൾ റാപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, കൊടുത്തു. ഇനി നമുക്കിവിടെ ഒന്ന് നോക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ 100 പിക്സൽ ഓൾറെഡി വന്ന് ഫില്ലായി. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ 100 പിക്സൽ അല്ല കൊടുക്കേണ്ടത്, പകരം നമുക്കിവിടെ ഒരു വാല്യൂ ഇരിപ്പുണ്ട്. എന്താണ്, ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് കറണ്ട് ടൈം എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ 100 പിക്സൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഡബിൾ കോഡ്സിനകത്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് കറണ്ട് ടൈം എന്നുള്ള ഒരു വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ എന്തുപയോഗിക്കാം, നമുക്ക് സ്ട്രിങ്സ് അല്ല ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ടെംപ്ലേറ്റ് ലിറ്ററൽസ് അറിയാൻ വയ്യാത്തവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറയുകയാണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് ലിറ്ററൽസിൻ്റെ വാല്യൂ ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുക, പിക്സൽ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഒന്നുകിൽ പിക്സൽ കൊടുക്കാം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കാം. കാരണം നമ്മുടെ CSSൽ എന്ത് നമ്മൾ കൊടുത്താലും എന്ത് കൊടുക്കണം, ഒന്നുകിൽ പിക്സൽ കൊടുക്കണം, അല്ലെങ്കിൽ REM കൊടുക്കണം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കണം. അതിനർത്ഥം ഒരു യൂണിറ്റ് കൂടി പാസ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ചെറുങ്ങനെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, പടയെന്നും പറഞ്ഞിട്ട് സംഭവിക്കുന്നത് കണ്ടോ. വിഡ്ത്ത് 11 കണ്ടോ, 12, 13 അത് പിക്സലിലാണ് വന്നിട്ടുള്ളത്. അപ്പം പിക്സലിൽ നമുക്ക് എന്തൊക്കെയാലും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെയല്ല നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിലും ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 51 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഈ വീഡിയോയുടെ. അപ്പോൾ 51 സെക്കൻഡിൽ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് ബാർ 100% ആയിരിക്കണം. അപ്പോൾ ഇത് റോങ് ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, പിക്സൽ മാറ്റിയിട്ട് നമുക്ക് പെർസെൻറ്റേജ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ വാല്യൂ പെർസെൻറ്റേജിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 51 സെക്കൻഡ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ആ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, 19, 20 ആയിട്ടുണ്ട്, 21 ആയിട്ടുണ്ട്. ഓക്കെ, ഗോയിങ് വെൽ, മുന്നോട്ട് പോകൂ. 32, 34 ഇത് സെക്കൻഡാണ് കേട്ടോ. സെക്കൻഡിനെ നമ്മൾ എന്താക്കി, നമ്മൾ പെർസെൻറ്റേജിലാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 41, 42,
ഇതൊരു അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ചു കൂട്ട് പോകുന്നുണ്ട്. 48, 49, 50, 51 നിന്നു. കണ്ടില്ലേ? പ്രശ്നം മനസ്സിലായ നിങ്ങൾക്ക്? നമ്മുടെ വീഡിയോയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 51 സെക്കൻഡാണ്. നമ്മൾ കൺസോളിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടില്ലേ? 51 സെക്കൻഡാണ് ടോട്ടൽ ഡ്യൂറേഷൻ. ഈ 51 സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പെർസെൻറ്റേജ് ആക്കി നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ 51% കഴിഞ്ഞപ്പം വീഡിയോ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്ത് നിന്നു? നമ്മുടെ പ്രോഗ്രസ് ബാർ നിന്ന് കഴിഞ്ഞു. അത് റോങ് ആണ് അല്ലേ? കാരണം ഇത് നമ്മൾ യൂസറിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം 51 സെക്കൻഡിനുള്ളിൽ നമ്മുടെ പ്രോഗ്രസ് ബാർ 100% ആവണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പോൾ ഇവിടെ ചെറുങ്ങനെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് 100% ആക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഹിൻഡ് തരാം. കുറച്ച് മാത്സ് അല്ലേ, അപ്പോൾ ഞാനൊരു ഹിൻഡ് തരാം. അത് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 50-ൽ നമുക്ക് 42 മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ശതമാനം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതൽ പഠിച്ച ഒരു ചെറിയൊരു കാര്യമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. എനിക്ക് മലയാളത്തിന് 50-ൽ 42 മാർക്ക് കിട്ടി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു, ഡാ നിനക്ക് എത്ര ശതമാനം മാർക്കാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു 10 സബ്ജക്റ്റിൻ്റെ മാർക്ക് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ 700-ൽ എനിക്കിപ്പോൾ ഒരു 552 മാർക്ക് കിട്ടിയെങ്കിൽ 700-ൻ്റെ എത്ര ശതമാനമാണ് 552 എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്? അതുപോലൊരു ചെറിയൊരു കാൽക്കുലേഷൻ നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ 100% ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് താഴെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.